ഇത് ചിറ്റാനിക്കര ഗ്രാമം സമ്പൂർണ്ണ സാക്ഷരത നേടിയെടുക്കാനുള്ള കുറച്ചു മനുഷ്യരുടെ ശ്രമത്തിന്റെ കഥയാണ്. അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസാം ശംഖുമൂതി. ഇത് സുമതി. സർവീസിലിരുന്ന് മരിച്ചുപോയ ഗോപാലൻ ചേട്ടന്റെ ഭാര്യയാണ് സുമതി. ഭർത്താവിന്റെ ജോലി ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ പ്രായത്തിലും സുമതി പഠിക്കാനായി ഇറങ്ങിയത്. അതെങ്ങനെയാ? പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കണമായിരുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പിള്ളേരുമായി പിള്ളേരെ കെട്ടിക്കാനും ആയ സമയത്താ പഠിക്കുന്നത്. ഓ, ഇപ്പൊ കമലേച്ച് വിചാരിക്കുന്നുണ്ടാവും ഇത് ആരെ കുറിച്ചാ ഞാൻ ഈ പറയുന്നേന്ന്. എന്നെ തന്നെ. പിന്നെ ഈ വർഷം എന്റെ വീട്ടിലൊരു ചരിത്ര വിജയം നടക്കുന്നുണ്ട്. എന്റെ മോളും 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്നു, ഞാനും 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്നു. ഇത് സദാശിവ കൈമൾ MA. MA എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ കരുതും പുള്ളിക്കാരന്റെ ബിരുദമാണെന്ന്. അല്ല, മണിയന്റെയും അമ്മിണിയുടെയും മകനായതുകൊണ്ടാണ് പേരിന്റെ കൂടെ ഈ MA ചേർത്ത് വെച്ചത്. കട്ടിലൊഴിഞ്ഞ ഗോപാലേട്ടന്റെ തസ്തികയിൽ എങ്ങനെയെങ്കിലും കയറിക്കൂടാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ പഠനം. സുമതി എപ്പോ വന്നു? ഞാൻ വന്നിട്ട് 40-40 കൊല്ലമൊക്കെ ആയി. ഈ ഒരൊറ്റ മാട്ട സാധനം കൊണ്ട് എനിക്ക് എന്റെ ചെറുപ്പകാലത്തേക്ക് പോവാൻ പറ്റി. അതെന്താ? 80കളുടെ സാധനമായിപ്പോ സുമതിയുടെ വായിന്ന് വന്നത്. അന്ന് എനിക്ക് 10 വയസ്സാ, അതുകൊണ്ട് പറഞ്ഞതാണ്. കൈമളേട്ടാ. ചേട്ടാന്നോ? സുമതി എന്നെ തന്നെയാണോ വിളിച്ചത്? എന്താ സുമതി? കൈമളേട്ടൻ ബഷീറിന്റെ മതിലുകൾ വായിച്ചായിരുന്നോ? വായിച്ചായിരുന്നു. എന്നിട്ട് എങ്ങനെയുണ്ട്? മൊത്തം കള്ളത്തരം അതിൽ എഴുതി വെച്ചേക്കുന്നത്. കള്ളത്തരോ? പിന്നല്ലായോ, ആ മതിൽ എന്തു എഴുതി വെച്ചേക്കുന്നേ? അംബിക ജ്വല്ലറി 100% പണിക്കൂലിയില്ലാതെ സ്വർണം മേടിക്കാന്ന്. അത് കള്ളത്തരമാണ്, എനിക്ക് അനുഭവം ഉള്ളതല്ലേ. പിന്നെ ഇപ്പുറത്തുള്ള മോഹൻലാലിന്റെ പടം അതാരി വരച്ചതാണെങ്കിലും കൊള്ളാം കേട്ടാ. കൈമളേട്ടൻ എന്തോന്നൊക്കെ പറയുന്നേ? എല്ലേടി ചോദിച്ചത് ബഷീറിന്റെ മതിൽ എഴുതി വെച്ചെന്ന വായിച്ചാന്ന്. ഓ, അത് പോട്ടെ. പാത്തുമ്മയുടെ ആടറിയാവോ? പിന്നെ അവിടെ നിന്നല്ലേ ഞാൻ പാല് മേടിക്കുന്നേ. പാലോ? എടി, പാത്തുമ്മയ്ക്ക് ആടുണ്ട്, പശുവുണ്ട്, കാളയുണ്ട്. ആരോട് പറയാൻ? ഞാൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകൾ വായിച്ചായിരുന്നോന്നാ ചോദിച്ചത്. ആരുടെയെങ്കിലും ഒക്കെ കഥ വായിച്ചിട്ട് എനിക്കെന്തോ കിട്ടാന്? പിന്നെ പരീക്ഷയ്ക്ക് മാർക്കൊന്നും വേണ്ടേ? അത് വേണം. അങ്ങനെയാണെങ്കിലേ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് എന്താണെന്നറിയാവോ? എന്തുവാ? വായിച്ചാൽ വളരും, വായിച്ചില്ലേൽ വളയും. ഞാനിന്ന് വളയ്ക്കും. എന്തോ? അല്ല, കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞതാ. പിന്നെ ചരിത്രം അറിയാവോ? ചരിത്രം അറിയാവോന്ന്? എന്റെ പൊന്നു സുസമ്മ ചേച്ചി, എവളുടെ അമ്മയുടെ എവളുടെ കുടുംബക്കാരുടെ മൊത്തം ചരിത്രം എനിക്കറിയാം. അതെന്നെ കൊണ്ട് പറയിപ്പിക്കല്ലെന്ന് പറയണം കേട്ടല്ല. ഞാൻ ഇവളിവിടെ നിന്ന് നാറിയോളൂ. അയ്യോ, എന്റെ ചരിത്രമല്ല, ചരിത്രം ഹിസ്റ്ററി അറിയാവോന്ന്. ആരൊക്കെ അറിയാത്ത ആരാടി ഉള്ളേ? എന്നാ പറ, നെപ്പോളിയൻ ബോണപ്പാട്ട് എന്നറിയാവോ? നെപ്പോളിയൻ മറ്റേ മോഹൻലാലിന്റെ ഒരു സിനിമ അഭിനയിച്ച കാര്യം എനിക്കറിയാം. പുള്ളി ഓണപ്പാട്ടൊക്കെ പാടിയായിരുന്നു. അയ്യോ, നെപ്പോളിയൻ ബോണപ്പാട്ട് എന്ന് വെച്ചാ ഹിസ്റ്ററിയിലൊരു അധ്യായവാ. അതാന്നോ? ഞാൻ പിന്നെ അങ്ങനെ പറയണ്ടേ. ഇനി അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കും. ടിപ്പുവിന്റെ കാലഘട്ടം ഏത് വർഷമായിരുന്നു? അത് കൊള്ളാം. ടിപ്പുവിന്റെ കാല കട്ട വീണത് ഏത് വർഷമാന്ന് എന്നോട് ചോദിച്ചാ ഞാൻ എന്തോ പറയാനാ? ടിപ്പുവിന്റെ കാല കട്ട വീണെന്നല്ല. പിന്നെ അത് പോട്ടെ, അതും വിട്. ടിപ്പു എപ്പോഴാ പോയെന്നറിയാവോ? ദീപാവലി നിന്ന് നമ്മൾ എല്ലാരും കൂടെ പടക്കം പിടിച്ചോണ്ടിരുന്നപ്പം ആ ശബ്ദം കേട്ടപ്പോ ഓടിപ്പോണത് ഞാൻ കണ്ടതാണ്. അയ്യോ, നിങ്ങളുടെ വീട്ടിലെ ടിപ്പു പട്ടിയുടെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ടിപ്പു സുൽത്താൻ. എടി, നീ അങ്ങനെ എന്നെ കളിയാക്കൊന്നും വേണ്ട കേട്ടോ. നീ വേറൊരു ചോദ്യം എന്നോട് ചോദിച്ചു നോക്ക്, ഞാൻ നല്ല മണിയായി ഉത്തരം പറയും. അറിയാമോ? അങ്ങനെയാണെങ്കിൽ വാസ്കോ ഡ ഗാമ കാപ്പാട് കപ്പലിറങ്ങിയത് എന്തിന്? കപ്പലിറങ്ങിയത് എന്തിനെന്ന്? എടി, വെളുക്കിരിക്കാൻ. വെളിക്കിറങ്ങാനാ? എടി, ഇത്രയും നേരം പുള്ളി കപ്പലിനകത്തല്ലായോ ഇരുന്നത്? ഇനിയൊന്ന് വെളിയിലിരുന്ന് കാറ്റ് കൊള്ളട്ട്, അതാ പറഞ്ഞ വെളുക്കിരിക്കാനെന്ന്. എന്തായാലും പരീക്ഷയ്ക്ക് പാസ്സാവും, ഉറപ്പാ. പിന്നെ ഇന്നലത്തെ ഹോംവർക്ക് ചെയ്തായിരുന്നോ? ഇന്നലെ ഹോംവർക്ക് ഉണ്ടായിരുന്ന? എന്റെ ദൈവമേ, ഞാൻ ഇന്നലെ ഹോംവർക്കും ചെയ്തില്ല, പ്രഷറിന്റെ ഗുളികയും കഴിച്ചില്ല. എടി, അത് കുഴപ്പമില്ല. ഇന്നലെ വരെ നമ്മളെ പഠിപ്പിച്ച സാറല്ല ഇന്ന് പഠിപ്പിക്കാൻ പറഞ്ഞത്. നല്ല സുന്ദരി ഒരു ടീച്ചർ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ട് സ്റ്റാഫ് റൂമിൽ ചോക്കെടുക്കാൻ പോയപ്പോ കിട്ടിയ അറിവാണേ. അപ്പൊ സാറിന് എന്താ പറ്റിയേ? നമ്മളെ പോലത്തെ ഒരുപാട് പേരുടെ പ്രാക്കില്ലായോ കേറ്റത്തിൽ നിന്ന് സൈക്കിൾ ചവിട്ടി. അങ്ങനെ സൈക്കിളിന്റെ ചെയിൻ പൊട്ടി ഇപ്പൊ ടപ്പേന്ന് താഴെ വീണു ഹോസ്പിറ്റലിൽ കിടക്കുക. സുമതിക്ക് ഞാനൊരു സർപ്രൈസ് തരട്ടാ. എന്ത്? സുമീരെ കണ്ണൊന്നടാ, ഞാനിപ്പോ ഒരു സർപ്രൈസ് തരാം. കണ്ണു തുറക്കല്ലേ? ഇല്ല. സുമതി കണ്ണു തുറക്കരുത്. ഇല്ല. കണ്ണു തുറന്നാ ഞാൻ അറിയുവേ. സുമതി ഇവിടെ
കൈമൾ. ഇനി കണ്ണു തുറന്നു നോക്ക്. എന്റെ ദൈവമേ, നിന്റെ പേരും എന്റെ പേരും കൂടി എഴുതി വെച്ചപ്പോ ആണ്ട ബോർഡൊക്കെ പൊട്ടി വീഴുന്നു. എടി ഒന്ന് വന്ന് സഹായിക്കടി. മനസ്സിലാവത്തില്ലയോ? ആണ്ട്രാ വീണ്ടും പോന്ന്. ആരെങ്കിലും ഒക്കെ വന്നൊന്ന് സഹായിച്ചു തരുമോ? വയസ്സായി കേട്ടോ, പോകാൻ പറ്റുന്നില്ല. ഇത് കണ്ട എടി എഴുതിയേക്കുന്ന കണ്ടൂടെ? സുമതി ലവ് കൈമൾ. ടീച്ചർ ഇപ്പൊ വരൂ. അതിന് ടീച്ചർ വന്നാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അങ്ങ് ഇരുന്നോളും. ഞാനങ്ങ് മായ്ക്കാൻ പോവാ. ഡസ്റ്റർ എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ എടുക്കും. എടുക്കരുത്. ഞാൻ മായ്ക്കുവേ. എടുക്കരുത്. ഇനി നീ എങ്ങനെ മായ്ക്കുമെന്ന് എനിക്കൊന്ന് കാണണമല്ല. അയ്യോ ടീച്ചർ വരുന്നേ. എന്നെ സ്നേഹവാടി നീ മായ്ച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയാമോ? ഇതാണ് ഇവരെ പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചർ. ഇതിലൊരു ട്വിസ്റ്റ് എന്താന്ന് ചോദിച്ചാൽ, ഈ നിൽക്കുന്ന കൈമളിന്റെ ഭാര്യയാണ് ഈ ടീച്ചർ. എന്റെ ദൈവമേ, ഇവളിപ്പോ എങ്ങനെ ഇവിടെ എത്തിയത്? എന്നെ സുമതിയും കൂടെ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാ പിന്നെ വീട്ടിൽ പോയി 24 ന്യൂസ് വെച്ച് നോക്കിയാൽ മതി. അത്ര പെട്ടെന്ന് വാർത്തയാക്കുന്ന ടീംസാ. കമന്ന് കിടക്കാം. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല, ആ വെളിയിലോട്ട് ആരാ ടെസ്റ്റർ എടുത്തെറിഞ്ഞേ? അപ്പുറത്തെ ക്ലാസ്സിലെ പിള്ളേരാ ടീച്ചറെ. ആണോ? എന്നാ ഞാൻ അപ്പുറത്തെ ക്ലാസ്സിൽ പോയി പിടിച്ചോളാം. അല്ല, ഈ കുട്ടിക്ക് എന്ത് പറ്റി? അറിയില്ല. വയറ്റിന് അത്ര സുഖമില്ല ടീച്ചറെ. ആണോ? എന്നാ കിടന്നോ? ചുമ്മാതാ ടീച്ചറെ, ചോദ്യം ചോദിക്കുന്നു പറഞ്ഞോടെ കുനിഞ്ഞു കിടക്കുന്നതാ. അങ്ങനെയാണെങ്കിൽ ടീച്ചർ പേര് വിളിക്കുമ്പോ എഴുന്നേറ്റ് നിന്ന് പ്രസന്റ് പറഞ്ഞോണം, കേട്ടല്ലോ? എഴുന്നേൽപ്പിക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. പൊന്നപ്പൻ. പൊന്നപ്പൻ ഒരാഴ്ചത്തേക്ക് ലീവാ ടീച്ചറെ. വലിവിനുള്ള മീൻ വിഴുങ്ങാൻ വേണ്ടി പോയേക്കുവാ. രമണി അവളുടെ മരുമോള് പ്രസവിച്ച് കിടക്കുവാ, അതുകൊണ്ട് എല്ലാരും അവിടെയാ ഉള്ളത്. ഓ. രാജൻ ചെത്താൻ തെങ്ങിക്കേറിയപ്പോ മരന്നടിച്ച് വീണ് ഇപ്പൊ കാലൊടുക്കി കിടപ്പില. ഇന്ദിരാബായി പ്രസവം നിർത്താൻ പോയേക്കുവാ. ആരുടെ? അവരുടെയോ? അല്ല, മോളുടെ. ആ, അങ്ങനെ പറ. സുമതി പ്രസന്റ് ടീച്ചർ. സദാശിവ കൈമൾ. സദാശിവ കൈമൾ. ഞാൻ വന്ന ദിവസം തന്നെ വടിയെടുക്കണോ? എഴുന്നേക്കാനല്ലേ പറഞ്ഞ? പ്രസന്റ് ടീച്ചർ. അയ്യേ, താനോ? ദേ, പഠിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ പഠിപ്പിച്ചിട്ട് പൊക്കോണം. വേറെ കാര്യമൊന്നും ഇവിടെ പറയാൻ പറ്റത്തില്ല. കൈവളേട്ടനെ ടീച്ചർക്ക് അറിയോ? പിന്നെ നന്നായിട്ട് അറിയാം. ഒരുമിച്ച് പഠിച്ചതായിരിക്കും. അല്ല. അടുത്തടുത്താണോ വീട്? അതുമല്ല. പിന്നെ എന്റെ 10 വർഷം പോയി ചോന്നുള്ളി തലേന്റെ കൂടെ ജീവിച്ചിട്ടാ. അപ്പൊ കൈവളേട്ടന്റെ ഭാര്യയാണ് ടീച്ചറെ? ആയിരുന്നു ഫസ്റ്റ്, ഇപ്പൊ അല്ല. എന്നിട്ട് എന്നോട് പറഞ്ഞത് കല്യാണം കഴിച്ചില്ലെന്നല്ലേ? ആ, കല്യാണമായിട്ടൊന്നും ഇല്ലായിരുന്നു. ഞാൻ വിളിച്ചപ്പോ ഇറങ്ങി വന്നതാന്ന്. അങ്ങനെ വിളിച്ചപ്പോ ഇറങ്ങി പോന്നതൊന്നല്ല. കുട്ടി കേക്കണം, 10,000 പേരറിഞ്ഞാ ഞാൻ ഇങ്ങനോട് പോന്നത്. എന്തിരുന്ന് ചിരിക്കണത്? മാമ എന്തിരുന്ന് ചിരിക്കണത് മാമ? നിങ്ങളിപ്പോ വിചാരിക്കണായിരിക്കും ഭയങ്കര ആർഭാടമായിട്ടാണ് നമ്മുടെ കല്യാണം നടന്നതെന്ന്. എന്നാ അല്ല. അമ്പലപ്പറമ്പ് ഉത്സവ സമയത്ത്, അന്നദാന സമയത്താണ് ഞാൻ നിൽക്കണല്ല അവള് എന്റെ കൂടെ ഇറങ്ങി വന്നത്. പിന്നെ 10,000 പേര് അറിഞ്ഞെന്ന് പറഞ്ഞത് അവളുടെ അച്ഛൻ അമ്പലത്തിലെ മൈക്കടുത്ത് വിളിച്ചു കൂവി, എന്റെ മോളെ കാണായില്ലേ, എന്റെ മോളെ കാണായില്ലേ. അങ്ങനെയാണ് ഈ പറഞ്ഞ 10,000 പേര് അറിഞ്ഞതോളെ. 10,000 പേര്. കൊച്ചിനറിയാവോ, എന്നെ എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി. എന്റെ പൊന്ന് കൊച്ചെ, ഇവളെ വിളിച്ചിറക്കി കൊണ്ടുവന്ന ദിവസം ആണ്ട് അവിടെ ഇരിക്കുന്നതിൽ ആരോ ഉള്ളാണ്. ആ, ദോ ഇരിക്കുന്ന അനീഷണ്ണ ഇല്ലേ, അങ്ങേർക്ക് എന്നെ ഒട്ടും ഇഷ്ടമില്ല. പണ്ടേ എൻ്റെ കൂടെ അടിയാ. അങ്ങേര് എന്നെ വീട്ടിൽ പോയി പറഞ്ഞ് എനിക്ക് 65 കിലോ സ്വർണം കിട്ടിയെന്ന്. 65 കിലോ സ്വർണ്ണോ? എന്നിട്ടത് കിട്ടിയോ? കിട്ടി. ആ, അത് ടീച്ചർ ആ വീട്ടിൽ കയറി വന്നതിന്റെ ഭാഗ്യമായിരിക്കും. എന്നിട്ട് ആ 65 കിലോ സ്വർണ്ണം എവിടെ? ആ 65 കിലോ സ്വർണ്ണമാണ് ആണ്ട നിൽക്കുന്ന അവള്. എവളുടെ പേരാ സ്വർണ്ണമ്മ. കുട്ടി കേക്കണം, ശ്രീധരത്തിന്റെ പേരിൽ ഇയാൾ എന്നും എന്നോട് കുത്തുവാക്ക് പറയും. അങ്ങനെയാ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നത്. തിരിച്ചെന്റെ വീട്ടിലേക്ക് എത്തിയപ്പോഴേ എന്റെ അച്ഛൻ, അതായത് മൈ ഡാഡി, എന്നെ വിളക്ക് വെച്ചാ സ്വീകരിച്ചത്. എടി, ഈ പുല്ലിന്റെ വീട്ടിൽ ഇപ്പോഴും കറണ്ട് കണക്ഷൻ ഒന്നും ഇല്ല. രാത്രിയാണ് ചെന്ന് കയറിയത്. മണ്ണെണ്ണ വിളക്ക് വെച്ചാണ് വീട്ടിനകത്തോട്ട് കയറ്റിയത്. അതിനാണ് ഇത്രയും തള്ളി അങ്ങ് അടിക്കുന്നത്. എന്തായാലും എന്റെ അച്ഛൻ നിങ്ങളെ പോലെ ഒന്നല്ല, നുള്ളി പിടിച്ച കാശ് ചെലവാക്കുന്നേ. അതിന് ഞാൻ യോജിക്കുന്നു കേട്ടോ. 2 രൂപയുടെ ബ്ലൈഡ് മേടിക്കാൻ വയ്യാതെ തള്ളവരനുള്ള നഖത്തിന്റെ മൂർച്ച കണ്ടിട്ട് അത് വെട്ടി ഷേവ് ചെയ്യാൻ നോക്കിയ മോനായ അവളുടെ അച്ഛൻ.
എന്തായാലും എന്റെ അച്ഛനെ നല്ല അന്തസ്സായി ജോലി ചെയ്താ ഞങ്ങളെ പോറ്റുന്നേ. ടീച്ചർ അച്ഛൻ എന്തായിരുന്നു ജോലി? ആ, എന്റെ അച്ഛൻ ഓക്സിജൻ നിറയ്ക്കുന്ന കമ്പനിയിലാണ്. ഈ ഓക്സിജൻ നിറയ്ക്കുന്ന കമ്പനി എന്ന് വെച്ചാൽ എന്തോന്ന് അറിയാമോ? ഇല്ല. അമ്പലപ്പറമ്പിലെ ബലൂൺ കട. എന്തായാലും എന്റെ അച്ഛൻ ജോലി ചെയ്യുന്നുണ്ടോ? അയ്യോ, നിങ്ങളുടെ ഈ കുടുംബ പ്രശ്നം കാരണം എനിക്ക് മര്യാദ പഠിക്കാൻ പോലും പറ്റുന്നില്ല. ടീച്ചറെ, ടീച്ചർ ഈ കാര്യം എല്ലാം ഒന്ന് വിട്, എന്നിട്ട് ഞങ്ങളെ മര്യാദ പഠിപ്പിച്ചാട്ടെ. മര്യാദക്ക് പഠിച്ചോളാം, കേട്ടല്ലോ? ഞാൻ മര്യാദക്ക് പഠിച്ചോളാം, പക്ഷെ എനിക്കൊരു കാര്യം പറയണം. എന്താ പറ? എടി, നീ പോയ പിന്നെ നമ്മുടെ വീട് ഉറങ്ങി, പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലടി. അതുകൊണ്ട് എടി, ഞാൻ പഴയ സ്വഭാവം ഒന്നും ഇനി കാണിക്കത്തില്ല. നമുക്ക് ഒരുമിച്ച് ജീവിക്കാമോ? പറ്റത്തില്ല. അയ്യടാ, എനിക്കൊരു ടീച്ചർ ജോലി ആയപ്പോ നിങ്ങൾക്ക് എന്റെ കൂടെ ജീവിക്കണല്ലേ? നടക്കത്തില്ല, നടക്കത്തില്ല, നടക്കത്തില്ല. എടി, അതല്ലടി, എനിക്ക് ഇതിനെ ശരിക്കും ഇഷ്ടമാണ്. പറ്റത്തില്ല. ടീച്ചറെ സമ്മതിക്ക. ടീച്ചറെ, കൈമളേട്ടൻ പാവാ കേട്ടോ. ആണോ? എന്നാ സമ്മതിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇങ്ങനെ ഇപ്രാവശ്യം 10ാം ക്ലാസ് പരീക്ഷ എഴുതി പാസ്സായ ഞാൻ ഇങ്ങരുടെ കൂടെ ജീവിക്കാം. കേട്ടല്ലോ? കേട്ടു. സുമതിക്ക് എന്നോട് ജീവിക്കാൻ പറ്റുമോ? അപ്പൊ ടീച്ചറോ? എടി, നിന്റെ ടീച്ചർക്ക് അറിയാം ഞാൻ 10ാം ക്ലാസ് എഴുതി കഴിഞ്ഞാൽ പാസ്സാവത്തില്ലെന്ന്. അതാണ് നിന്റെ ടീച്ചർ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ, സുമതിക്ക് എന്നോട് ജീവിക്കാൻ പറ്റുമോ? സ്വർണം 916. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.